നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. മോളെ, മണിച്ചേട്ടൻ ഒരു കാര്യം ചോദിക്കട്ടെ? എന്താ? അതെ, ഇവിടുത്തെ സാറും മേഡവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? അല്ല, അത് ഈ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ദാമ്പത്യ പ്രശ്നം. അവര് തമ്മിൽ അങ്ങനെ ഒരു കുഴപ്പമില്ല. ഈ മണിച്ചേട്ടൻ എന്തൊക്കെയാ ചോദിക്കുന്നത്? അല്ല മോളെ, സാറ് ചെയ്യുന്ന ഒരു കള്ളത്തരം ഞാൻ കണ്ടതാണ്. അതും മേഡത്തിനെ ഒളിപ്പിച്ച്. മണിച്ചേട്ടാ, വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയരുതേ. ഈ കുടുംബത്തൊന്നും നടക്കില്ലേ? അയ്യോ മോളെ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല. ഇന്നലെ ഇവിടെ പത്രം വന്നില്ലല്ലോ. മേഡം കാശും തന്ന് എന്നോട് പുറത്തു പോയി പത്രം മേടിക്കാൻ പറഞ്ഞു. ഞാൻ പത്രമായി തിരിച്ചു വന്നപ്പോ സാർ ആ പത്രം അങ്ങ് വാങ്ങി. എന്നിട്ട് സാർ എന്നോട് പറഞ്ഞത് എന്താണെന്ന് അറിയാവോ? പത്രം എവിടെയും കിട്ടിയിട്ടില്ലെന്ന് മേഡത്തിനോട് കള്ളം പറയാൻ പറഞ്ഞു. എന്റെ മോളെ, മേഡത്തിനോട് അത് ഞാൻ പറയാൻ പെട്ട പാടെന്താണെന്ന് അറിയാവോ? പിന്നെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞങ്ങ് ഒപ്പിച്ചു. അപ്പോഴാ എനിക്ക് സംശയം കയറിയത്. ചിലപ്പോ സാറിനെ കുറിച്ച് പത്രത്തിൽ വല്ല ന്യൂസും വന്നെങ്കിലോ, കുഴപ്പം പിടിച്ച എന്തെങ്കിലുമേ. മണിയേട്ടാ, സാറിനെയോ മാഡത്തിനെ കുറിച്ച് ആവശ്യമില്ലാത്ത എന്തെങ്കിലും പറഞ്ഞാലേ ദേ ആ ഇരിക്കുന്ന തിളച്ച വെള്ളം ഉണ്ടല്ലോ, എടുത്ത് ഞാൻ തല വഴി ഒഴിക്കും. അയ്യോ, എന്നാ വേണ്ട. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്. ഓ, ഇനിയും പ്രശ്നമുണ്ടോ? ഉണ്ട് മോളെ. ഈ വീട്ടിൽ ഇന്നത്തെ ദിവസം പത്രം വന്നിട്ടില്ല. വന്ന പത്രം കാണിക്കുന്നുമില്ല. അപ്പൊ എന്തോ ഒരു ഇതില്ലേ? മണിയേട്ടനെ ഇക്കാര്യത്തിലൊക്കെ ഒരു സീഡിയാ. രാജുവേട്ടൻ എന്താ പറഞ്ഞേ? രാജുവേട്ടൻ വരുന്നത് വരെ രാജുവേട്ടൻ ഇവിടെ എങ്ങനെയാണോ നിന്നത് അതുപോലെ നിൽക്കണം എന്നല്ലേ? രാജുവേട്ടൻ ഇത്തരം കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ പോയില്ലായിരുന്നു. എന്റെ പൊന്നു മണിച്ചേട്ടാ, നമ്മൾ ഇക്കാര്യത്തിലൊക്കെ ഇടപെടാൻ പോയാലേ അടി വാങ്ങിക്കാനേ സമയം ഉണ്ടാവും. അതുകൊണ്ട് മണിച്ചേട്ടൻ ഇതങ്ങ് വിട്ടേക്ക്. ഓ, ഞാനിതങ്ങ് വിട്ടു. അല്ലെങ്കിലും എനിക്ക് ഇതിനകത്തൊക്കെ എന്താ കാര്യം? അല്ല മോളെ, ഇന്നത്തെ പത്രത്തിൽ എന്തായിരിക്കും? മണിച്ചേട്ടാ, പാ വെറുതെ ഇരുന്നാലേ ഞാനിങ്ങനെ എന്തെങ്കിലും ചോദിച്ചോണ്ടിരിക്കും. പത്മ, ഐ എം റെഡി. പോവാം. നിങ്ങൾ രണ്ടുപേരും കൂടി പൊയ്ക്കോളൂ. എന്തു പറ്റി? താൻ ഓഫീസിലേക്ക് വിടുന്നില്ലേ? ഞാൻ പോകാൻ റെഡിയായതാ, പക്ഷേ എന്തോ മനസ്സിനൊരു സുഖമില്ല. താൻ എന്താ ഈ പറയുന്നത്? തളർന്നു കിടന്നാലും ഓഫീസിൽ പോകണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന താനാണോ ഈ പറയുന്നത്? എഴുന്നേക്കടോ, എല്ലാം അവിടെ ചെല്ലുമ്പോൾ ശരിയാവും. ഞാൻ ഇന്ന് വന്നാൽ ശരിയാവില്ല. എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ ഇവിടെ ഇരുന്ന് ചെയ്തോളാം. അസുഖം വല്ലതും ഉണ്ടോ തനിക്ക്? ഒരു ചെറിയ അസുഖത്തിലൊന്നും ഞാൻ വീഴില്ല. നിങ്ങൾ അത് പേടിക്കണ്ട. ഒരു ദിവസം ഞാനൊന്ന് റെസ്റ്റ് എടുത്തോട്ടെ. ചില വിശ്രമങ്ങൾ ചില നല്ല കാര്യത്തിന് വേണ്ടിയാ. നമുക്ക് പോയാലോ? താൻ വരില്ലെന്നുള്ളത് തീർച്ചയല്ലേ? ഞങ്ങൾ ഇറങ്ങട്ടെ? പൊയ്ക്കോളൂ. പിന്നെ പൂനെയിൽ നിന്ന് ഒരു ക്ലയന്റ് വരും. അത് ആനന്ദ് പറയും. നിങ്ങൾ ആരെങ്കിലും ഒരാളെ അറ്റൻഡ് ചെയ്താൽ മതി. ഓക്കെ.
നിനക്കത് എന്തു പറ്റി? എന്താ ഇത്ര ആലോചന? ആലോചിക്കുന്നുണ്ടോ അച്ഛാ? അമ്മ എന്താന്ന് ഓഫീസിൽ പോവാത്തെ? എന്തോ ഒരു ദിവസം റെസ്റ്റ് വേണമെന്ന് പറഞ്ഞു. അസുഖമൊന്നുമില്ല, പക്ഷെ റെസ്റ്റ് വേണമെന്ന് പറയുകയും ചെയ്തു. അതായത് അമ്മ ഇന്ന് വീട്ടിൽ വേണമെന്ന് അമ്മയ്ക്ക് നിർബന്ധമുള്ളതുപോലെ അല്ല അച്ഛാ? നീ എന്തിനാ ഇത്രയൊക്കെ ഗൗരവമായിട്ട് ആലോചിക്കുന്നത്? അച്ഛൻ്റെ ഭാര്യ ഒരു ഗൗരവമായിട്ട് കാര്യം ചെയ്താലേ ഒന്നല്ല, അതിനൊരു 100 അർത്ഥം കാണും. നിന്റെ പ്രശ്നം എന്താണെന്നറിയോ? പത്മ എന്തെങ്കിലും ചെയ്താ അത് സംശയത്തോടെ നോക്കുക മാത്രം ചെയ്യുക. എടാ, ഒരാൾക്ക് നല്ല മനസ്സോടെ ഇങ്ങനെയൊക്കെ പറഞ്ഞൂടെ? ആരമ്മയാ ബെസ്റ്റ് കക്ഷിയാ കൂടെ കൂട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോ വയസ്സാം കാലത്ത് ഞങ്ങളെ വേർപിരിക്കാൻ വല്ല ഉദ്ദേശം ഉണ്ടോ നിനക്ക്? രക്ഷപ്പെടാൻ അച്ഛന് താല്പര്യമില്ലല്ലോ. ഡാടാ, എടാ, കാര്യം എന്താണെന്നറിയോ? നന്ദിനി ഓഫീസിൽ വന്നത് മുതൽ സ്റ്റാഫിന്റെ മുന്നിൽ പത്മയുടെ വിലയൊന്ന് ഇടിഞ്ഞിട്ടുണ്ട്. അത് മറ്റാരേക്കാളും നന്നായി പത്മയ്ക്ക് അറിയാം. അതാണ് പ്രശ്നം. ആളുകളെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. ഇത്ര കാലം കൂടെ ജീവിച്ചിട്ടും അമ്മയെക്കുറിച്ചുള്ള അച്ഛൻ്റെ ഒരു കാൽക്കുലേഷനും ശരിയാവുന്നില്ലല്ലോ. അച്ഛാ, ഒരാളുടെ മുന്നിൽ തോറ്റുപോയാൽ അടുത്ത മണിക്കൂർ അല്ലെങ്കിൽ അടുത്ത ദിവസം ജയിച്ച് കാണിക്കണമെന്ന വാശിയുള്ള ആളാണ് അമ്മ. നന്ദിനി ഓഫീസിൽ വന്നതിന്റെ പേരിൽ അമ്മ ഒതുങ്ങിയിരുന്നാൽ അതിന്റെ നഷ്ടം അമ്മയ്ക്ക് തന്നെയാണെന്ന് അമ്മയ്ക്ക് മനസ്സിലാകുന്നുണ്ട്. ഇത് അതൊന്നുമല്ല. എനിക്കെന്തോ വല്ലാത്തൊരു സംശയം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വലുത് അറിഞ്ഞിട്ടുണ്ടാവും അച്ഛാ? എടാ, ഇത്രയും രഹസ്യമായിട്ട് ആറ്റം ബോംബ് ഉണ്ടാക്കാൻ പോലും പറ്റില്ല. പിന്നെ എങ്ങനെയാ നിന്റെ അമ്മ അറിയുന്നത്? അതൊന്നും പറയണ്ട. നമ്മുടെ മനസ്സിൽ സംസാരിക്കുന്നത് പോലും കൃത്യമായിട്ട് പുള്ളി വായിച്ചെടുക്കും. ആ, നമുക്ക് നോക്കാം. നീ തൽക്കാലം ചെയ്യാനുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ചാ മതി. എല്ലാം നന്നായി നടക്കണ. നടക്കും. ഇക്കാര്യത്തില് അമ്മ എതിർപ്പായിട്ട് വന്നാലും ഇത് നടന്നിരിക്കും. എനിക്ക് ധൈര്യമുണ്ട്. ഞാൻ താലി കെട്ടി എന്റെ കൂടെ ജീവിക്കുന്ന ഒരു പെണ്ണിനെ രജിസ്റ്റർ ചെയ്യാനല്ലേ? അതിനെന്ത് നിയമപ്രശ്നം ഉള്ളോന്ന് എനിക്കൊന്ന് അറിയണം. തർക്കത്തിനോ ബഹളത്തിനോ എനിക്ക് താല്പര്യമില്ല. പിന്നെ തർക്കമോ ബഹളമോ ഉണ്ടായ ആദ്യം തന്നെ നോ പറയുന്നത് നന്ദിനി ആയിരിക്കും. അതുകൊണ്ടാണ്. അയാളൊന്നും ഉറച്ചു നിന്നിരുന്നെങ്കിൽ ഒരു പേടിയില്ലായിരുന്നു.